الحمد لله الحمد لله الذي زكى النفوس وطهرها بالفرائض والواجبات نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي وفى كل مقام حقه من العبادات أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. ബഹുമാന്യരായ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സംരക്ഷകനും സൃഷ്ടികർത്താവുമായ പരിപാലകനായ അള്ളാഹുവിൻ്റെ അതിവിശാലമായ ഇസ്ലാമിൻ്റെ കാരുണ്യ സന്ദേശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഉത്തമരായ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ കുവൈറ്റിൽ ഒരു വലിയ തീപിടുത്തം സംഭവിച്ചു. ഇന്ത്യക്കാരടങ്ങുന്ന മലയാളികൾ ഉൾക്കൊള്ളുന്ന 50-ലേറെ ആളുകളുടെ മരണവാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഓരോ പ്രദേശത്തു നിന്നും പോകുന്ന പ്രവാസികൾ അവരുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളേറിയാണ് അവർ പുറപ്പെടുന്നത്. തൻ്റെ സ്വന്തം മാതാപിതാക്കളെ, കുടുംബങ്ങളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങിത്തീരുന്ന നമ്മുടെ സഹോദരങ്ങളായ എല്ലാ പ്രവാസികൾക്കും അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മളെല്ലാം അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. 10,000-കണക്കിന് ഹാജിമാർ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ സംഗമിക്കാനിരിക്കുന്ന മഹാസംഗമമായ അറഫ വരാനിരിക്കുമ്പോൾ അല്ലാഹുവേ, സുരക്ഷിതമായി അവർക്കത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ റഹ്മാനെ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ പ്രാധാന്യപൂർവ്വം നമ്മൾ അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഹജ്ജും അനുബന്ധമായ കാര്യങ്ങളും. ഒരുപക്ഷേ നമുക്ക് ഈ വർഷം പോകാൻ സാധിച്ചില്ല എന്നതോ, അല്ലെങ്കിൽ ഈ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് എനിക്കതിന് പറ്റിയിട്ടില്ല എന്നതോ നിരാശരാവേണ്ടവരല്ല നമ്മൾ. ഹാജിമാർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഹാജിമാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ നിയ്യത്ത് വെച്ച് അതിനുവേണ്ടി ഒരുങ്ങി, അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു വെച്ച് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം.
ഒരു ഹാജിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുഗ്ഫറു ലിൽ ഹാജ്, ഒരു ഹാജിക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഒരു ഹാജി ആർക്കൊക്കെ വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ അവൻക്കൊക്കെ പുറത്തു കൊടുക്കും. നമ്മുടെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്കൊരനുകൂലമായ ഘടകമാണ്. അവരുടെ പ്രാർത്ഥനയും അവരുടെ ഇസ്തിഗ്ഫാറിന്റെയും ഗുണങ്ങൾ ആസ്വദിക്കാൻ അവർക്കും ചാൻസ് ഉണ്ടാകുമെന്നാണ് ഹദീസ്. അൽ ഹജ്ജാജു വൽ ഉമ്മാർ, അൽ ഹജ്ജാജു വൽ ഉമ്മാർ, ഹജ്ജിന് പുറപ്പെട്ടവരും ഉംറക്ക് പുറപ്പെട്ടവരും ആരാന്നറിയുമോ? വഫ്ദുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ സംഘമാണ്. അവർ അല്ലാഹുവിന്റെ സംഘമാണ്. ഇൻദഊഹും അജാബഹും, അവര് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് അവർക്ക് ഉത്തരം കൊടുക്കും. വഇനിസ്തഗ്ഫറു, അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഗഫറ ലഹും, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ആ ഒരു സംഘത്തിൽ എന്നെങ്കിലും ഒന്ന് പെടാൻ, ആ ഒരു സംഗമത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ നമ്മൾ എത്രമാത്രം കൊതിക്കാറുണ്ട്. നിന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ എന്താ? വീട് പണിയണം. നിന്റെ ജീവിതത്തിന്റെ മോഹങ്ങൾ എന്താ? കാറ് മേടിക്കണം. നിന്റെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ എന്താ? വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നമായി, മോഹമായി, അഭിലാഷമായി ഹജ്ജ് മാറാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങാൻ തുടങ്ങും. ഇസ്ലാമിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ജിഹാദ്. അതിനെ കവിച്ചു വെക്കുന്ന മറ്റൊന്നില്ലെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാകിന്ന അഫ്ളൽ ജിഹാദി വ അജ്മല, എന്നാൽ ജിഹാദിനോളം അല്ലെങ്കിൽ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ മനോഹരമായ ഒന്നുണ്ട്. ഹജ്ജും മബ്റൂറുൻ, പുണ്യകരമായ ഒരു ഹജ്ജാണ്. അത്ര മഹത്വത്തോടെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കി ഹജ്ജുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങൾ നമ്മളൊന്ന് പഠിക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കർമ്മങ്ങളെ പഠിപ്പിച്ച പോലെ എല്ലാ കർമ്മങ്ങളും നമ്മൾ പാലിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നിസ്കാരം നബി പഠിപ്പിച്ച പോലത്തെ നിസ്കാരമാകണം. നമ്മുടെ നോമ്പ് നബി പഠിപ്പിച്ച പോലത്തെ നോമ്പാകണം. നമ്മുടെ ദിക്റുകളും സ്വലാത്തുകളും നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി പഠിപ്പിച്ചു തന്നതുപോലെ നമുക്ക് പകർത്താൻ കഴിയണം. ഹജ്ജ് പഠിപ്പിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് ഹജ്ജിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള കൽപ്പന വന്നപ്പോ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഹജ്ജിന്റെ മനാസിക്കുകൾ എങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം അല്ലാഹ്. മുൻപ് മാതൃകല്ല, അതുകൊണ്ട് അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരണം. വാരിനാ മനാസികനാ വതുബ് അലൈനാ. ഇബ്രാഹിം നബിക്ക് അവിടുന്ന് പ്രാർത്ഥനയോടെ അവിടുന്ന് ഇബ്രാഹിം നബി മോഹിക്കുകയാണ്, റബ്ബേ, ഞങ്ങൾക്ക് ഹജ്ജിന്റെ മനാസിക്കുകൾ കർമ്മങ്ങൾ കാണിച്ചു തരണം, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറയാണ്, ഫഅജാബല്ലാഹു ദുആഹുമാ, ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെയും പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്തു. ഫബഅസ ജിബ്രീൽ, അങ്ങോട്ടേക്ക് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ഫഅറാഹുമൽ മനാസിക, ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാകണമെന്ന് അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇസ്ലാമിലെ ഇബാദത്ത് എവിടുന്നാണ്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അവിടുത്തെ മുൻകാല പ്രവാചകന്മാരിലൂടെ ഇസ്ലാമിന്റെ വഹിയിലൂടെ ലഭിച്ച മാതൃകയിലാണ് അള്ളാഹുവിനുള്ള എല്ലാ ഇബാദത്തുകളും. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുകയാണ്. എന്തിന്? ജനങ്ങളെ അത് ശരിക്ക് പഠിപ്പിക്കണം. വരും കാലഘട്ടങ്ങളിലെ മുഴുവൻ മനുഷ്യർക്കും മാതൃകയാകണം. പ്രവാചകന്റെ ഒരേ ഒരു ഹജ്ജ് അവിടുന്ന് ഹിജറ വർഷം 10ാമത്തെ കൊല്ലത്തിലാണ്. ആ ഹജ്ജിന്റെ പേര് തന്നെ കാണാം, ഹജ്ജത്തുൽ ഇസ്ലാം. ഇസ്ലാമിലെ ഹജ്ജ്, ഇസ്ലാമിലെ ഹജ്ജ് എന്ന പേരതിന് വന്നിട്ടുണ്ട്. ഹജ്ജത്തുൽ ബലാഗ്, സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ഹജ്ജ്. ഹജ്ജിൻ്റെതായ മെസ്സേജുകളും ഹജ്ജിൻ്റെതായ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, അതേപോലെ തന്നെ ലോകത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കണമെന്ന് പ്രഖ്യാപിച്ച ഹജ്ജത്തുൽ ബലാഗ്.
ഹജ്ജത്തുൽ വിദാ, നബി വിടവാങ്ങിയ ഹജ്ജ് എന്ന പേരിൽ, അവസാനത്തെ ഹജ്ജ് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരുകൾ കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഹജ്ജിന് പുറപ്പെടുകയാണെന്നുള്ള ഒരുക്കത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള അന്നത്തെ സ്വഹാബിമാര് അവരും ഒരുങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു. 1.25 ലക്ഷത്തോളം വരുന്ന അനുയായികൾ പ്രവാചകന്റെ കൂടെ ഹജ്ജ് കണ്ട് പഠിക്കാൻ നിയ്യത്ത് വെക്കുകയാണ്. അവർക്ക് മോഹം വന്നു. അവരൊട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത് നടന്ന് പല വഴികളിലായി ഹജ്ജിന് ഒരുങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചു. ദുൽഖഅദ മാസത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് അവർ പുറപ്പെടുന്നത്. ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പ്രവാചകന്റെ അന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ ഭാര്യമാരും ഹജ്ജിന് പുറപ്പെട്ടു. സ്വഹാബത്തിന്റെ പല ഭാര്യമാരും കൂടെ പുറപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ അവര് പൂർണ്ണ ഗർഭിണിയായിരുന്നു. മുസ്ദലിഫയിലെത്തിയപ്പോഴാണ് അവര് പ്രസവിക്കുന്നത്. പൂർണ്ണ ഗർഭിണിയായ അവരിവരെ ആ ഹജ്ജിന്റെ മോഹം വെച്ച് പുറപ്പെട്ട് വഴിയിൽ വെച്ച് പ്രസവിച്ച് അവരും ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന കഴിയാവുന്ന മേഖലയിലൊക്കെ ഒരു പങ്കെടുക്കുന്നുണ്ട്. ആ ഹജ്ജിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിച്ചോളൂ, സ്വീകരിച്ചോളൂ. അവനവന് ഇഷ്ടത്തിനനുസരിച്ച്, അവനവന്റെ നാട്ടിലത്തെ ഭൂരിപക്ഷത്തിനനുസരിച്ച്, ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് ഇസ്ലാമിൽ ഒരു ഇബാദത്ത് പൂർണ്ണമാകില്ല. അതിന് ദലീല് വേണം, അതിന് പിൻബലം വേണം. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്ത് പഠിക്കേണ്ടത് എന്നിൽ നിന്ന് കണ്ട് പഠിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇതെല്ലാത്തിലും നമുക്ക് ബാധകമാണ്. 2, ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മം നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. പക്ഷേ അവിടെ എത്താത്ത നമുക്ക് അതിൽ നിന്ന് പാഠങ്ങളുണ്ട്. ഹജ്ജിന്റെ പ്രഖ്യാപനം തൗഹീദാണ്. ഹജ്ജ് എന്താ പ്രഖ്യാപിക്കുന്നത്? അല്ലാഹു വല്ലാതെ ആരാധ്യനില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. തൽബിയത്ത്, ആ ഒറ്റ സന്ദേശം മതി മനുഷ്യരെ. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകുകയാണ്. നീ ആരാണ്? ലാ ശരീക ലക്, പങ്കുകാരില്ലാത്തവനാണ്. അമ്പിയാക്കന്മാര് നിന്റെ പങ്കുകാരല്ല, ഔലിയാക്കന്മാര് നിന്റെ പങ്കുകാരല്ല. ഒരാളിലും ഞാൻ പങ്കുവെക്കൂല. എല്ലാ ഇബാദത്തും നിനക്കെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകാം, അവിടെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നുണ്ടല്ലോ, അത് ഹജറുൽ അസ്വദിനെ ആരാധിക്കുകയല്ലേ? അല്ല, അത് പ്രവാചകൻ അത് സുന്നത്തായി പഠിപ്പിച്ചു. നമ്മൾ അതുപോലെ അതിനെ പിൻപറ്റുന്നു. മുത്താൻ കഴിയാത്തവർ പോയി തൊടുന്നു, നബി പഠിപ്പിച്ചു, നമ്മളത് ചെയ്യുന്നു. തൊടാൻ കഴിയാത്തവർ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, പ്രവാചകൻ പഠിപ്പിച്ചു, നമ്മളത് ചെയ്യുന്നു. കല്ലിനെ ആരാധിക്കലല്ല. ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്, കല്ലുകൊണ്ട് പണിതുയർത്ത കഅബാലയത്തിന് തവാഫ് ചെയ്യുന്നില്ലേ? അപ്പൊ മുസ്ലിമീങ്ങളെ, നിങ്ങൾ കല്ലിനെ ആരാധിക്കുകയല്ലേ? അല്ല, കഅബാലയം പണിതുയർത്തിയത് അള്ളാന്റെ കൽപ്പന പ്രകാരമാണ്. ഒരിക്കലും ആ കഅബയോട് പ്രാർത്ഥിക്കുന്നില്ല, ആ കഅബക്ക് ഒരു ഇബാദത്തും കൊടുക്കുന്നില്ല. അവിടെയുള്ള ഉടനീളമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ്. മാത്രമല്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം എന്നറിയപ്പെടുന്ന കഅബാലയം പണിതുയർത്താൻ തുടങ്ങുമ്പോൾ എണീറ്റ് നിന്ന് കല്ലൊക്കെ കൈമാറിയ ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കാരമുണ്ട്. അതൊരിക്കലും മഖാം ഇബ്രാഹിമിനെ ആരാധിക്കലല്ല. എന്നാൽ എല്ലാ കർമ്മങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ജനവിഭാഗം എല്ലാ കാലത്തുമുണ്ട്. അങ്ങനെയാണ് തീജാനി ത്വരീഖത്തുകാർ ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന ഹാജി അവിടെയുള്ള ജാറത്തിനെയാണ് തവാഫ് ചെയ്യുന്നത്. എന്റെ കാരണം, കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനെ മറവ് ചെയ്ത ജാറമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ തവാഫ് ചെയ്യുന്നത് ദർഗയാണ്. ഇത് പറയുന്നത് ആരാന്നറിയുമോ? യുക്തിവാദികളല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന മതപണ്ഡിതന്മാരുടെ ലേബലുള്ളവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മഖാമുകളെയും എല്ലാ ദർഗകളെയും നമുക്ക് പൂജിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാനെ മാത്രം ആരാധിക്കുകയുള്ളെന്ന് പ്രഖ്യാപിക്കുന്ന ഹജ്ജിനെ പോലും
അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാൻ തെളിവുണ്ടാക്കി കൊണ്ടു നടക്കുന്ന പിഴച്ച വാല്ലത്തിന്റെ കക്ഷികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പണി ഉതിർത്തിട്ടുണ്ട്. അവിടുന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കൊണ്ട് ഇസ്ലാം അത് പൂർണ്ണമാക്കി പഠിപ്പിച്ചു തന്നു. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ റുക്നുൽ യമാനി എന്ന അതിന്റെ മൂലയിൽ നിന്ന് ഹജറുൽ അസ്വദ് വരെയുള്ള ഭാഗത്തേക്ക് ഒരു വിശ്വാസി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന ഇതിലെല്ലാ നന്മയും പെട്ടു. ദുനിയാവിന്റെ എല്ലാ ഹസനത്തും ചോദിക്കുകയാണ്, ആഖിറത്തിന്റെ എല്ലാ ഹസനത്തും ചോദിക്കുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചാണ് കഅബാലയത്തിന്റെ വശങ്ങളിലൂടെ തവാഫ് ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നത്. കഅബയോട് പോലും പ്രാർത്ഥിക്കുന്നില്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹജ്ജിന് പോകുന്നവരും തവാഫ് ചെയ്യുന്നവരുമായ ആളുകൾക്കിടയിൽ ഖുർആൻ പറയാണ്, ചിലരുണ്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അവര് ദുനിയാവ് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. വീടും കുടുംബവും ജോലിയും പൈസയും ഇങ്ങനെ കുറേ ദുനിയാവിന് വേണ്ടി ചോദിക്കുന്നവരുണ്ട്. അവർക്ക് പരലോകത്തൊന്നും കൊടുക്കണ്ടാവില്ല. വമിൻഹും മൻ യഖൂൽ, എന്ന ചില മനുഷ്യരുണ്ട് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ അല്ലാ, വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് പരലോകത്തിൽ ഹസനത്ത് തരണം, വഖിനാ അദാബന്നാർ, നരകത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഈ വേളയിലെല്ലാം പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അവരാരാണ്? ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ, അവർ സമ്പാദിച്ചതിന്റെ ഓഹരി അവർക്ക് നന്നായി പരലോകത്ത് കിട്ടും. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹ് വേഗത്തിൽ വിചാരണ ചെയ്യാൻ കഴിവുള്ളവനാണ്. ഈ സന്ദേശത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ യാതൊരു നിലക്കുമുള്ള തെറ്റായ വഴികളിലേക്ക് പോവാതെ തന്നെ പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായ മനസ്സോടെ പ്രാർത്ഥനയോടുകൂടെ പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകും. മൂന്നാമത്തെ കാര്യം, അവിടെ നടക്കുന്ന ഏതേത് കർമ്മങ്ങളാവട്ടെ, ആ കർമ്മങ്ങളുടെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോകുമായിരുന്നു. നമുക്ക് കൊതിക്കുമായിരുന്നു, നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു. എന്താ ഇതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ, അവിടുന്ന് ഒരൊറ്റ ഹദീസിൽ കാണാൻ സാധിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ അവന്റെ പ്രതിഫലത്തിന്റെ കണക്ക്. അവിടെ എത്തുക എന്നുള്ളത്, അതിന് മുമ്പേ പ്രതിഫലം ആരംഭിക്കുക. ആ ഹദീസിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നീ നിന്റെ വീട്ടിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ച് അങ്ങോട്ട് പുറപ്പെട്ടാൽ മസ്ജിദുൽ ഹറമിനെ മോഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് ലക്ഷ്യമാക്കിയിട്ട് ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസന, ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാ നിന്റെ ഒരു നന്മ അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. നിന്റെ ഒരു പാപം അതിലൂടെ മായ്ക്കപ്പെടുകയാണ്. എത്ര കിലോമീറ്റർ ആ മനുഷ്യൻ താണ്ടിയിട്ടുണ്ടോ അത് തന്നെ മതി അയാളുടെ അത്രയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് നന്മ രേഖപ്പെടുത്തി. തവാഫ് കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് നമസ്കാരമുണ്ട്. ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയാണ്. മിൻ ബനി ഇസ്മായിൽ, ഇസ്മായിൽ സന്താന പരമ്പരയിൽപ്പെട്ട. അന്നത്തെ കാലത്ത് വമ്പിച്ച പ്രതിഫലം പറയാൻ സൂചിപ്പിക്കുന്ന വാക്കാണ് അടിമ മോചനം എന്ന് പറഞ്ഞാൽ. ആ പ്രതിഫലാണ് പറഞ്ഞത്. ഒരു തവാഫ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാല് ബനു ഇസ്രായേൽ ബനി ഇസ്മായിൽ, ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളെ മോചിപ്പിച്ച, അടിമയെ മോചിപ്പിച്ച കൂലിയാണ്. സഫാ മർവയുടേതായ സഅയികൾ പൂർത്തീകരിച്ചാൽ 70 അടിമകളെ മോചിപ്പിച്ചവന്റെ പ്രതിഫലമാണ്.
അറഫയിൽ ചെന്ന് അന്നേ ദിവസത്തെ അറഫന്റെ കൃത്യമായ സമയം പാലിച്ച് അവിടെ അല്പസമയമെങ്കിലും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ആംബുലൻസുകളിലും ICUവിലുള്ള രോഗികളെയും എല്ലാവരെയും അവിടെ എങ്ങനെയെങ്കിലും ആ ഹജ്ജിന്റെ മുഖ്യ ചടങ്ങിലേക്ക് എത്താൻ ധൃതിപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ടുവരുന്നു. ആ അറഫയിൽ ഒരടിമ സമ്മേളിച്ചാൽ ഭൂമിയിലെ മണൽത്തരികളോളം പാപം ചെയ്തവന് പുറത്തു കൊടുക്കും. ഭൂമിയിലെ മണൽത്തരികളോളം പാപം ചെയ്തവനുണ്ടെങ്കിൽ, അക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവന് പുറത്തു കൊടുക്കും. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴത്തുള്ളികളോളം പാപം ചെയ്താലും, കടലിലെ നുരയും പതയോളം പാപം ചെയ്തവനാണെങ്കിലും, അറഫയിൽ എത്തിപ്പെട്ടവിടെ ഹജ്ജിന്റെ കർമ്മം ചെയ്യാൻ കഴിഞ്ഞാൽ അവന്റെ പാപമോചനമുണ്ട്. തലമുടി അവസാനം മുണ്ടനം ചെയ്യുന്ന കർമ്മമുണ്ട്. തലമുണ്ടനം ചെയ്യുന്നവന് അവന്റെ തലമുടിയിൽ നിന്ന് എത്രയാണോ കൊഴിഞ്ഞു വീഴുന്നതെങ്കിൽ, ഫലകബികുല്ലി ശഅറത്തിൻ ഹലഖതഹാ ഹസന, എത്ര മുടിയുണ്ടോ അത്രയും നന്മ രേഖപ്പെടുത്തും. വതംഹാൻക ബിഹാ ഖതീഅ, എത്ര തലമുടിയിൽ നിന്ന് രോമങ്ങൾ എത്രയാണോ അവിടെ വീഴുന്നത് അത്രയും പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഹജ്ജ് കഴിഞ്ഞ് വരുന്നവനെ കുറിച്ച് പറയുന്നത് അവൻ ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ എന്ന് പറയാൻ കാരണം ഇത്രയും പുണ്യങ്ങൾ അവനിൽ ഒരുമിച്ച് സമ്മേളിക്കുകയാണ്. നാലാമത്തെ കാര്യം, ഹജ്ജിന്റെ ഓരോ സുപ്രധാന കർമ്മങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥലത്തിനൊരു സവിശേഷത ഉള്ളത് കൊണ്ടാണ്. മിനയിലാണ് ഹജ്ജിന്റെ തുടക്കം കുറിക്കുന്നത്. അവിടെ പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ. ദുൽഹിജ്ജ 8 യൗമു തർവിയയുടെ ദിവസത്തിൽ മിനയിലാണ് അതിന്റെ ആദ്യ കർമ്മം ആരംഭിക്കുന്നത്. നമ്മുടെ ഹാജിമാരൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്ന് 6 കിലോമീറ്ററാണ് മിനയിലേക്കുള്ള ദൂരം. നടന്നുകൊണ്ടായിരിക്കും അധികം ആളുകളും പോകുന്നുണ്ടാവുക. അവിടെ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വാദി മുഹസ്സർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അബ്രഹത്ത് രാജാവിന്റെ കഅബാലയം പൊളിക്കാനുള്ള വ്യാമോഹം കൊണ്ട് വന്നിട്ട് ആനപ്പടയെ നശിപ്പിച്ച വാദി മുഹസ്സർ ആ മിനയുടെ പരിസരത്താണ്. ഒരു ചെറിയ പ്രദേശമാണ്, 17 ചതുരശ്ര കിലോമീറ്ററാണ് അതിന്റെ വിസ്തീർണമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തി പറയുന്നുണ്ട്, മജറുൽ കബ്ശ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോനെ അറുക്കാൻ കൊണ്ടുപോയി കിടത്തിയതും പകരമായി ആടിനെ അറുത്തതുമായ സ്ഥലം മിനയുടെ ഭാഗത്താണ്. ആ മിനയുടെ തൊട്ടടുത്ത പരിസരത്ത് ഒരു പള്ളി കാണാൻ സാധിക്കും, മസ്ജിദുൽ ഹൈഫ് എന്ന്. ആ ഹൈഫ് എന്ന മസ്ജിദിൽ 70ഓളം അമ്പിയാക്കന്മാർ നിസ്കരിച്ച പള്ളിയാണെന്നാണ് ചരിത്രം പറയുന്നത്. 70ഓളം പ്രവാചകന്മാരുടെ സ്പർശമേറ്റ മണ്ണാണ് ആ പള്ളിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. മുസ്ദലിഫ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ മഷ്അറുൽ ഹറാം നിൽക്കുന്ന ആ പ്രദേശത്തൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഹാജിമാർ അന്ന് രാത്രി അവിടെ താമസിക്കുമ്പോൾ സമ്പന്നനായ നാട്ടിലത്തെ മുതലാളി അന്ന് മാനം നോക്കി കിടക്കുകയാണ് മുസ്ദലിഫയിൽ. നാട്ടിൽ അറിയപ്പെടുന്ന ഭരണാധികാരികൾ അന്ന് മുസ്ദലിഫയിൽ ആകാശം നോക്കി കിടക്കുക. ചെറിയൊരു കൂരക്ക് താഴെ അവരിങ്ങനെ ഇടുങ്ങിപ്പിടിച്ച മുസ്ദലിഫയുടെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ അവർ വിശ്രമിക്കുകയാണ് രാത്രി. ഒന്നറിയണം, ആ മനുഷ്യർ അള്ളാഹുവാണ് വലിയവനെന്നും നീ അള്ളാഹിന്റെ മുമ്പിൽ താഴ്മ കാണിക്കാനുള്ളവനാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതാണ് ആ രാത്രി. അറഫയിൽ സംഗമിക്കുന്ന ജനകോടികൾ, ലക്ഷക്കണക്കിന് ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുമ്പോൾ ഒന്ന് പഠിക്കണം നമ്മൾ. നാളെ മഹ്ശറിൽ ഇതുപോലെ കോടിക്കണക്കിന് മനുഷ്യർ നിരന്നു നിൽക്കുന്നൊരു മഹ്ശറാമുറ്റം വരാനുണ്ടെന്നതിൻ്റെ സൂചനയാണ് അറഫ. ഒരേ ലക്ഷ്യമായി, ഒരേ വസ്ത്രവുമായി, ഒരേ സ്ഥലത്ത് സംഗമിക്കുന്ന അറഫ സംഗമവും അറഫ ദിനവുമൊക്കെ മനുഷ്യർ ഒരുപാട് പാഠം പഠിപ്പിക്കുകയാണ്. ഖൈറു ദുആഇ യൗമ അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ അതിന് സാധിക്കണം. പോകാൻ കഴിഞ്ഞില്ലെന്ന് നമ്മുടെ സങ്കടമാണ്. പക്ഷെ അന്നേ ദിവസം പ്രാർത്ഥിക്കാൻ നമുക്ക് ആയുസ്സുള്ളവരാണെങ്കിൽ അന്ന് നമ്മൾ പ്രാർത്ഥന കൊണ്ട് അതിനെ ഒരുങ്ങണം. നരകമോചനം, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന ദിനമാണ് അറഫാ ദിനം.
ഹദീസിൽ കാണാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും എൻ്റെ മുമ്പ് കടന്ന പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ ആ പ്രാർത്ഥനയാണ് അന്നേ ദിവസം നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് കൂടുതലായി ആവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവർക്ക് ബലി വരുന്നുണ്ട്. നമ്മൾ നാട്ടിൽ ഉദ്ഹിയ്യത്ത് ഇറക്കുന്ന പോലെ അവർ ഹജ്ജിന്റെ ഒരു ബലികർമ്മം അവിടെ നടത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി. അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും അറവ് മൃഗങ്ങൾ പലർക്കും ഉണ്ടാവില്ല. അവർ പറയുന്നുണ്ട് 100 മൃഗങ്ങളെ കൊണ്ടുപോയിരുന്നു, ഒട്ടകങ്ങളെ. 63 എണ്ണത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് അറുത്ത് ബാക്കി എല്ലാവരും കൂടി അതിനെ വിതരണം ചെയ്ത് ആവശ്യമുള്ളത് പാചകം ചെയ്തു. 37 എണ്ണത്തിനെ അറുക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി അതങ്ങനെ അതിൻ്റെതായ ആളുകൾക്ക് ഓഹരി വീതിച്ചു കൊടുത്തു. എന്നിട്ട് ആ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ പറയാണ്, ആളുകൾ 1.25 ലക്ഷത്തോളം ഹാജിമാർ പോവുകയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. പോകുന്ന സമയത്ത് ഈ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ സൗകര്യമുള്ളിടത്ത് അതിൻ്റെ കയറുകൾ ലൂസാക്കി കൊടുക്കും, സ്വസ്ഥമായിട്ട് പോവട്ടെ എന്ന് വിചാരിച്ച്. ജനങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുമെന്ന്, മൃഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് തോന്നിയാൽ കയറൊന്ന് ടൈറ്റാക്കി പിടിക്കും. അത് ആ മൃഗങ്ങളോട് പോലും അന്ന് ആദരവോടെയായിരുന്നു അവർ പെരുമാറിയത് എന്ന്. എന്നിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന് ചില ചിഹ്നങ്ങളുണ്ട്. അറബ് മൃഗങ്ങൾ അള്ളാന്റെ ചില അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ്. അള്ളാന്റെ ചിഹ്നങ്ങളോട് ഒരു ബഹുമാനം, ആദരവ് സൂക്ഷിക്കുന്നുണ്ടോ, കൽബിൽ ഈമാനും തഖ്വയും ഉണ്ടെന്നതിന്റെ അടയാളമാണ്. നമ്മുടെ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിനെ കാണാത്തവർ കാണണം. വെള്ളം കൊടുക്കാൻ കഴിയുന്നവർ വെള്ളം കൊടുക്കണം, കുളിപ്പിക്കാൻ കഴിയുന്നവർ കുളിപ്പിച്ചു കൊടുക്കണം, ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവർക്ക് അതിന് നന്നായി ഭക്ഷണം കൊടുക്കണം. നല്ല ഒരു ബഹുമാനത്തിന്റെ, ആദരവിന്റെ സൂചകമായി ആ ഉദ്ഹിയ്യത്തിന്റെ ഉരുവിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇസ്ലാമിലെ ഏതേത് കർമ്മങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചാലും എല്ലാ കാലഘട്ടത്തിലും അജയ്യമായി നിലനിൽക്കുന്ന, ഏത് നാട്ടുകാർക്കും ഏത് പ്രദേശക്കാർക്കും സ്വീകരിക്കാൻ പറ്റാവുന്ന മൂല്യവത്തായ ഈ ആശയത്തെ മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടെ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാനും വരും നാളുകളിൽ, വരും ആയുസ് ലഭിക്കുന്ന നാളുകളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ മണ്ണിലേക്ക് എത്താനും അത്തരം ഇസ്ലാമിക സമ്മേളനങ്ങളിലേക്ക്, സംഗമങ്ങളിലേക്ക് എത്താനുമൊക്കെ മോഹിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് കഴിയാൻ സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാം ലക്ഷ്യത്തിലെത്താൻ, നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി കിട്ടാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജുമായും അനുബന്ധ കർമ്മങ്ങളുടെയും മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഹജ്ജിനോടനുബന്ധിച്ച് നൽകുന്ന, അള്ളാഹു നമുക്ക് നൽകിയ ഒരു സന്തോഷവേളയാണ് പെരുന്നാൾ. ആ ബലിപെരുന്നാളിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ടത്, തൊട്ടടുത്ത ദിവസം ദുൽഹിജ്ജ 9 നമുക്ക് നോമ്പിന്റെ ദിവസമായിരിക്കും. നിർബന്ധമാണെന്നല്ലെങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രേഷ്ഠമായി പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിലെ ഷറഫാക്കപ്പെട്ടൊരു നോമ്പാണ് യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ്. സ്വഹാബത്തിലെ പല ആളുകളും അറഫയുടെ സവിശേഷത ചോദിച്ചു, എന്താ പത്ര കൂലി? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മറുപടി കൊടുത്തു, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ
കഴിഞ്ഞ കാലത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ആ ഒരൊറ്റ പകലിലെ നോമ്പ്. ആ ഹദീസിന്റെ ശർഹ് വായിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ്. വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? വിശദീകരണത്തിൽ ഉലമാക്കന്മാർ പറയാണ്, ഒന്നുകിൽ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം അവനെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതനാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അബദ്ധവശാൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഈ നോമ്പ് കൊണ്ട് പരിഹരിക്കപ്പെടും. തെറ്റു ചെയ്യാനുള്ള ചാൻസ് ആണ് എന്നല്ല അതിനർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അറഫയാകണമെന്നില്ല, ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മളൊരു നോമ്പ് നോറ്റാൽ, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊന്ന് നോമ്പ് നോറ്റാൽ, ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമ അൻ വജ്ഹി അൻ വജ്ഹിന്നാർ 70 ഖരീഫാ, ഒരു ദിവസത്തെ അവന്റെ നോമ്പ് കൊണ്ട് 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. അത്രയും വിദൂരതയിലേക്ക്, നരകവുമായി അവനെ വിദൂരതയിലേക്ക് മാറ്റപ്പെടും. ഈ അവസരം നമുക്ക് ലഭിക്കുകയാണ്. എപ്പോഴാണ് നമ്മളത് നോക്കേണ്ടത്? സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും അറഫ നടക്കുന്ന സ്ഥലത്തുള്ള സമയത്തെയോ ദിവസത്തെയോ മാനിച്ചുകൊണ്ടത് പൂർത്തിയാക്കാൻ കഴിയുമോ? അവിടെ സൗദി അറേബ്യയിൽ അറഫ നടക്കുന്ന സമയത്ത് എത്രയോ രാജ്യങ്ങളിൽ രാത്രിയാണ്, അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയുമോ? അവിടെ അവരുടെ അറഫ അവസാനിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പലപ്പോഴും നമ്മൾ പകലിന്റെ പല സമയങ്ങളിലായിരിക്കും, 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രായോഗികമായിട്ടേ എന്നും പറഞ്ഞിട്ടുള്ളൂ, അതാത് പ്രദേശങ്ങളിലെ ദുൽഹിജ്ജ 9 എന്നാണോ അവർക്ക് അതാണ് അറഫാ ദിനം, ആ ദിവസത്തിനെയാണ് അവർ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളും ആ നിലക്ക് യാതൊരു വസവാസികളുടെ ആവശ്യമില്ല. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ചില യുക്തിബോധത്തോടെ ബുദ്ധിബോധത്തോടെ എന്തൊക്കെയോ ചില പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ, അവർ പരസ്പരം ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്, അറഫ എന്നാൽ അവരോടുള്ള ഐക്യദാർഢ്യമല്ലേ, അവർ നിൽക്കുമ്പോഴല്ലേ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രമാണം പറയാത്ത, ഒരിക്കലും പ്രായോഗികമാക്കാൻ കഴിയാത്ത ഒരു ഇസ്ലാമിക നിയമം എങ്ങനെയാ ഉണ്ടാകുന്നത്? ഇല്ല സുഹൃത്തുക്കളെ, സംശയിക്കേണ്ട. അതാത് പ്രദേശങ്ങളിലെ ദുൽഹിജ്ജ 9 മാനിച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരും അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. അവിടുത്തെ സൗദിയിലെ നമസ്കാരക്രമം നമുക്കിവിടെ ബാധകമാക്കാൻ കഴിയാത്തതുപോലെ തന്നെ ആ കാര്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, അറഫാ ദിനത്തിന്റെ പ്രഭാതം മുതൽ തക്ബീർ നമ്മൾ അങ്ങ് നന്നായി അധികരിപ്പിച്ച് ചൊല്ലാൻ തുടങ്ങണം. അത് ബലിപെരുന്നാളിന്റെ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗം കൂടെയാണ്. ദുൽഹിജ്ജ 10-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാളിന്റെ ദിനമാണല്ലോ, നേരത്തെ അറിയാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ രാവിലെ 7 മണിക്കാണ് നമസ്കാരം. സുബ്ഹ് ബാങ്ക് 4:40 45 നടക്കാൻ ഒരുപാട് സമയമുണ്ട്. വൈകി വരാതിരിക്കാൻ, നേരത്തെ എത്താൻ. പള്ളിയിലാണ്, മഴക്കാലമായതുകൊണ്ട് ഒരു ഈദ്ഗാഹ് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുന്നവർ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച്, ഏത് സമയത്ത് പള്ളിയിൽ വന്നാലും തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമസ്കരിച്ച് ഇരുന്ന് തക്ബീറുകൾ ചൊല്ലിയിട്ട് പെരുന്നാൾ നമസ്കാരത്തിലും ഖുത്ബയിലും പങ്കെടുക്കേണ്ടതുണ്ട്. വരുന്ന ആളുകൾ സാധാരണ പെരുന്നാളിന്റെ മര്യാദയിൽ നിന്ന് ഒരു കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ പെരുന്നാളിന് നമ്മൾ പുറപ്പെട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ലഘുഭക്ഷണം കഴിച്ചാണ് പുറപ്പെടേണ്ടതെങ്കിൽ, ബലിപെരുന്നാളിന് പ്രഭാത ഭക്ഷണമൊന്നും, കാര്യമായ ഭക്ഷണമൊന്നും കഴിക്കാതെ നേരത്തെ പുറപ്പെടുകയും നമസ്കാരം കഴിഞ്ഞാണ് ഭക്ഷണം കഴിക്കലും സുന്നത്തുള്ളത്. കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി തക്ബീറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ പള്ളിയിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് നമ്മൾ നേരത്തെ പുറപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. വരാൻ കഴിയാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് സഹായിച്ചുകൊണ്ട് നമ്മുടെ വാഹനത്തിലൊക്കെ സൗകര്യം ഏർപ്പെടുത്തി എല്ലാവർക്കും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ കൂടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളെ അല്ലാഹുവിനെ ഓർത്തും സ്മരിച്ചും നന്ദി കാണിച്ചുമൊക്കെ ശരിയായ രൂപത്തിൽ ആഘോഷങ്ങളിലേക്ക് എത്തിപ്പെടാൻ പടച്ച റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് ഒരുപാട് പ്രദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ തന്നെ പാവപ്പെട്ട ഒരുപാട് വീടുകളുണ്ട്. ചെറിയ പെരുന്നാളിൻ്റെ സമയത്തും റമദാനിലും നമ്മൾ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് സഹായം നൽകുന്നവരാ.
പക്ഷേ ബലിപെരുന്നാളെത്തുമ്പോൾ ആരെയും സഹായിക്കാനൊന്നും ഒരുങ്ങി പുറപ്പെടാറില്ല. നമ്മൾ നമ്മുടെ പള്ളിയുടെ കീഴിൽ പാവപ്പെട്ട വീടുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് 500 രൂപയുടെ ഒരു പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സാധ്യമാകുന്നവരൊക്കെ അന്നേ ദിവസത്തെ അവർക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ മഹല്ലുകളിൽ നിന്ന് മാംസം ലഭിക്കുമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രം കഴിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ വീടുകളെ കണ്ടെത്തി ഒരു 500 രൂപയുടെ കിറ്റ് സ്പോൺസർ ചെയ്യാൻ കഴിയാവുന്നവരൊക്കെ ഈ ഒരു പുണ്യദിനങ്ങളിൽ ആ കാര്യം കൂടെ ഓർക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. പള്ളിയുടെ പുറത്ത് സംഘാടകർ നിങ്ങളുടെ കാത്തിരിക്കുന്നുണ്ടാകും, അവരെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇത്തരത്തിൽ നമ്മുടെ നന്മകളിലൊക്കെ മുന്നോട്ട് വരിക. പടച്ചറപ്പിൻ്റെ സ്നേഹം, പടച്ചറപ്പിൻ്റെ ഇഷ്ടം നേടുന്ന കർമ്മങ്ങളിൽ നമ്മൾ മുന്നിട്ടുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ അവരോടൊക്കെ അതിൻ്റെ സമയം ഓർമ്മപ്പെടുത്തി എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ സന്ദർഭത്തിൽ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ഈദ്ഗാഹ് എന്നുള്ളത് മറ്റൊരു നമസ്കാര സംവിധാനമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ പള്ളിയിൽ തന്നെയാണ് സൗകര്യമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തരമായ നിഅമത്തുകളെ ഓർത്തും സ്മരിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി അള്ളാഹുവേ നീ ഞങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കണമേ. പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. പ്രവാസ ലോകത്തെ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നീ സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ ദുരിതമനുഭവിക്കുന്ന, പിടഞ്ഞു വീണ് മടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. നീ അവരെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് നിർഭയത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.